ഹലോ നമസ്കാരം. ഞാൻ വൈശാഖ്. എല്ലാവർക്കും ഏണസ്റ്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട എന്നാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എല്ലാ എക്സാമിനും നമ്മുടെ ഈ ഒരു എക്സാമിന് മാത്രമല്ല എല്ലാ എക്സാമിനും സ്ഥിരം ചോദ്യങ്ങൾ വരുന്ന ഒരു ഫേവറേറ്റ് പോർഷൻ എന്നൊക്കെ പറയാവുന്ന ഒരു ഏരിയയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അപ്പോ നമുക്ക് തുടങ്ങാൻ പറ്റിയ ഒരു ടോപ്പിക് ആണെന്നൊക്കെ പറയാം. ഇറ്റ്സ് ആക്ച്വലി ബേസിക്സ് ഓഫ് ബയോളജി. ബോട്ടണി ആയിക്കോട്ടെ, ആക്ച്വലി ഇത് ബോട്ടണി പോർഷനിൽ എന്ന് നമുക്ക് പറയാം. പക്ഷെ ഇത് രണ്ട് കേസിലും വരുന്നതാണ്, കോമൺ ടോപ്പിക് ആണ്. ഓക്കെ, സോ സെല്ല് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതൊരു ആക്ച്വൽ സെല്ലൊന്നും അല്ല, ഇത് ചുമ്മാ ഒരു AI ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിഗർ ആണ്. അതായത് നമ്മുടെ ശരീരം, ഒരു ജീവിയുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടിട്ടാണ്. അതായത് എങ്ങനെയാണോ ഒരു ഒരു വീട്, അല്ലെ, ഒരു വീട് എങ്ങനെയാ, ഒരു കെട്ടിടം എങ്ങനെയാ നിർമ്മിക്കുക? ഇഷ്ടിക ഇങ്ങനെ ചേർത്ത് വെച്ച് ഫൈനലി അതൊരു വീടായിട്ട് മാറും, അല്ലെ? അപ്പൊ എങ്ങനെയാണ് ഇഷ്ടിക ചേർത്ത് വെച്ചേക്കുന്നത്, അതുപോലെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും? സെല്ലായിട്ട് മാറും. ഇഷ്ടിക ഈസ് ബിക്കം, അല്ലെ, ബ്രിക്സ് ബിക്കം സെല്ലായിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ ചെറിയ ചെറിയ ഇഷ്ടികകൾ ആകുന്ന കോശങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് നമ്മുടെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് സെൽ എന്ന് പറയുന്നത്. സെൽ ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് അവർ ലൈഫ്, അല്ലെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് അവർ ലൈഫ് എന്ന് പറയാൻ കാര്യം ഇതാണ്. കാരണം എന്താ, നമ്മുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് ഹ്യൂമൻ മാത്രമല്ല, നമ്മൾ കാണുന്ന സർവ്വജീവജാലങ്ങളുടെയും എക്സെപ്റ്റ് ഒരാളുണ്ട്, പിന്നീട് നമുക്ക് പറയാം, ഇപ്പൊ കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഇപ്പൊ നിങ്ങൾ പഠിക്കാൻ, നമ്മൾ അത്യാവശ്യം കാണുന്ന എല്ലാ ജീവജാലങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള ചെറിയ സെല്ലാകുന്ന ഇഷ്ടിക കൊണ്ടാണ്. സോ വാട്ട് ഈസ് സെൽ? സെൽ എന്ന് പറഞ്ഞാൽ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? സ്ട്രക്ചറൽ ഫങ്ഷണൽ, ബേസിക് സ്ട്രക്ചറൽ ഫങ്ഷണൽ യൂണിറ്റ് ആണ് എല്ലാ ജീവികളുടെയും. എക്സെപ്ഷൻ ഈസ് വൈറസ്. വൈറസിന് ഇത് ബാധകമല്ല. ബാക്കി എല്ലാവരെയും നിർമ്മിച്ചിരിക്കുന്നത് സെല്ലാകുന്ന ഇഷ്ടിക കൊണ്ടിട്ടാണ്. ഓക്കെ, അപ്പം സംഭവം മനസ്സിലായല്ലോ. നമ്മുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന ആ ബേസിക് യൂണിറ്റ് ആണ് സെൽ അഥവാ കോശം എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ബൈഹാർട്ട് ചെയ്യണം. ബൈ ഹാർട്ട് മീൻസ് കുറച്ച് ആൾക്കാരെയൊക്കെ ഒന്ന് കാണാണ്ട് പിടിക്കണം. ഇപ്പോഴും നമ്മൾ എക്സാമിന് പഠിക്കുമ്പോൾ ഹു കോയിൻഡ്, ഹു പ്രപ്പോസ്ഡ്, ഹു ഡിസ്കവേർഡ്, ഇത് പഠിച്ചേ പറ്റൂ. കാരണം അത് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ അത് ട്രാപ്പാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പഠിച്ചേ പറ്റൂ. അപ്പൊ നമുക്ക് അത് ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പഠിച്ചിട്ട് പോവാം. സോ ഒരു ചോദ്യം വരുവാണ്, ഹു ഡിസ്കവർ, എന്താണ് കോശം എന്ന് മനസ്സിലായല്ലോ. കോശം എന്ന് പറഞ്ഞാൽ ഒരു ജീവിയെ ഉണ്ടാക്കിയിരിക്കുന്ന ബേസിക് സ്ട്രക്ചറൽ ഫങ്ഷണൽ യൂണിറ്റ്. ഒരു വീട് ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണോ ഇഷ്ടിക കൊണ്ട്, അതുമാതിരി. ഓക്കെ, അപ്പം സെൽ എന്താണെന്ന് മനസ്സിലായി. ഇനി ആദ്യമായിട്ട് ഇതിപ്പോ നമുക്ക് വെറുതെ നമ്മുടെ ബോഡി കണ്ട, ഒരു ജീവിയെ കണ്ട സെല്ല് മനസ്സിലാവോ? ഇല്ല. സെല്ല് മനസ്സിലാകണമെങ്കിൽ അത് വളരെ സൂക്ഷ്മ നിരീക്ഷണം നടത്തണം, മൈക്രോസ്കോപ്പി ഒക്കെ വെച്ച് നോക്കണം. അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് സെല്ലിനെ കണ്ടത് ആരാണ്? അങ്ങനെ ചോദ്യം ചോദിച്ചത് ദാറ്റ് ഈസ് റോബർട്ട് ഹുക്കാണ്. ഓക്കെ, റോബർട്ട് ഹുക്കാണ് സെല്ലിനെ കണ്ടത്. ഓക്കെ കേട്ടോ, ഇവിടെ എഴുതിയേക്കുന്ന പുള്ളിയല്ല, ഇവിടെ എഴുതിയേക്കുന്ന റോബർട്ട് ബ്രൗൺ ആണ്, അത് വേറെ ആളാണ് കേട്ടോ. അപ്പൊ എന്താ നോക്കേണ്ടത്? റോബർട്ട് ഹുക്ക്. ഓക്കെ, എന്താ പുള്ളിയുടെ പ്രത്യേകത? റോബർട്ട് ഹുക്ക് ഡിസ്കവേർഡ് സെൽ, അത്രേ നമ്മൾ പറയുന്നുള്ളൂ. ഹു ഡിസ്കവേർഡ് സെൽ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? റോബർട്ട് ഹുക്ക്. പഠിച്ചേ, നമ്മൾ ഒന്നുകൂടെ ഒരു വാക്ക് അതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. സോ ഹു ഡിസ്കവേർഡ് ലിവിങ് സെൽ എന്ന് ചോദിച്ചാലോ, അല്ലെ, ഇതാ ഇവിടെ ഒറ്റ വാക്ക് ചേർന്നപ്പോ ആളുടെ പേര് മാറി. there become AVL, ആന്റൺ വോൺ ല്യൂവൻഹുക്ക്. സോ ഹു ഡിസ്കവേർഡ് സെൽ? റോബർട്ട് ഹുക്ക്. ഹു ഡിസ്കവേർഡ് ലിവിങ് സെൽ എന്ന് ചോദിച്ചാൽ then AVL, ആന്റൺ വോൺ ല്യൂവൻഹുക്ക്. അത് അങ്ങനെയാ വായിക്കുന്നത്. ആന്റൺ വോൺ ല്യൂവൻഹുക്ക് ആണ് ജീവനുള്ള കോശത്തെ ആദ്യമായിട്ട് കണ്ടത്. ഇത്രയും മതി. റോബർട്ട് ബ്രൗൺ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, അത് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ആഫ്റ്റർ ഒരു 1-2 ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് ന്യൂക്ലിയസ് ഒക്കെ പഠിച്ചിട്ട് അത് ഡിസ്കസ് ചെയ്യാം. സോ ഇതുവരെ നമ്മൾ പഠിച്ചത് ഒരു ജീവജാലത്തെ ഉണ്ടാക്കിയിരിക്കുന്നത് കോശം വെച്ചിട്ടാണ്. എങ്ങനെയാണോ ഒരു വീട് ഇഷ്ടിക വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്, അതുപോലെയാണ് എല്ലാ ജീവജാലങ്ങളെയും നിർമ്മിച്ചിരിക്കുന്നത്. എക്സാമ്പിൾ നമ്മുടെ കേസ് എടുക്കാം. നമ്മുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് കോശങ്ങൾ വെച്ചിട്ടാണ്, കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പൊ അത്രയും മനസ്സിലായി. സോ സെൽ, അപ്പൊ നമുക്കത് പ്രോപ്പർ ആയിട്ട് പറഞ്ഞാൽ സെൽ ഈസ് ദ സ്ട്രക്ചറൽ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദ ഓർഗാനിസം. ഓക്കെ, ഫണ്ടമെന്റൽ സ്ട്രക്ചറൽ ഫങ്ഷണൽ യൂണിറ്റ് കിട്ടിയല്ലോ. സെല്ല് കണ്ടുപിടിച്ചത് റോബർട്ട് ഹൂക്ക്. ഫസ്റ്റ് ലിവിങ് സെല്ല് കണ്ടുപിടിച്ചത് ആന്റൺ വോൺ ല്യൂവൻ. ഇത്രയും ഒരു 3 പോയിന്റ്സ് അത്രേ ഉള്ളൂ. ഇനി അടുത്തത്
ഈ സെൽ തിയറി, സെല്ല് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് സെൽ തിയറി. വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് സെൽ തിയറി. നമ്മളിപ്പോ പഠിച്ച അതേ സാധനമാണ്. സെൽ തിയറി പറയുന്നത് 3 പോയിന്റ്സ് ആണ്. 3 പോയിന്റ്സ് ആണ്. ഇത് പഠിച്ചേ പറ്റൂ. 3 പോയിന്റ് ആയിട്ട് തന്നെ പഠിക്കണം. ഒന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓൾ ലിവിങ് ഓർഗാനിസം, ജീവനുള്ളതായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളും, അല്ലെ, ജീവനുള്ള ജീവജാലങ്ങൾ. അപ്പൊ വൈറസ് അതിനകത്ത് പോയി എന്നർത്ഥം. എക്സെപ്ഷൻ അവിടെ വന്നു. ലിവിങ് എന്ന് പറയുമ്പോൾ വൈറസ് അവിടെ നിന്ന് പോയി. ഓക്കെ, അപ്പൊ എല്ലാ ജീവജാലങ്ങളും, എല്ലാ ലിവിങ് ഓർഗാനിസംസും, ആ ലിവിങ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഈ വൈറസിന് ആക്ച്വലി ജീവൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ ഇപ്പോഴും തർക്കം നടക്കുന്ന ഒരു ഗ്രൂപ്പാണ്. സോ അത് അവിടുന്ന് പോയി എന്നർത്ഥം. വൈറസിന് ഇത് ബാധകമല്ല. സെൽ തിയറി ഇസ് എൻ എക്സെപ്ഷൻ. വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ കേട്ടോ. സെൽ തിയറി ബാധകമല്ലാത്ത വിഭാഗം ഏത്, അതെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് എക്സെപ്ഷൻ എന്നുള്ള രീതിയിൽ ചോദിക്കാം. ദാറ്റ് ഈസ് വൈറസ്. വൈറസ് ഒഴികെ ഉള്ള എല്ലാ സർവ്വവിധത്തിലുള്ള ജീവജാലങ്ങളും ഓർഗാനിസംസും their body is made up of cells. നമ്മുടെ കേസ് ചിമ്പാൻസി, നമ്മള് ഹ്യൂമൻസ്, ചിമ്പാൻസി, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി കാണുന്ന ഇൻസെക്ട്, നമ്മൾ ഡെയിലി കാണുന്ന ബേർഡ്സ്, അല്ലെങ്കിൽ ബാക്കിയുള്ള ഏത് ജീവജാലങ്ങളും എടുത്തോളൂ. all their body is made up of, all their body is composed of cells. കിട്ടിക്കാണുമല്ലോ. അപ്പൊ നമുക്ക് പറയാം സെൽസ് ഈസ് ദ ബേസിക് യൂണിറ്റ്, അല്ലെ? എങ്ങനെയാണോ വീട് ഇഷ്ടിക, അതുപോലെയാണ് സെൽ ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. അതും നമുക്കറിയാം. ക്ലിയർ? അപ്പൊ ഈ 2 പോയിന്റ് ആണ്. ആൻഡ് ദിസ് ഈസ് കോൺട്രിബ്യൂട്ടഡ് ബൈ 2 പീപ്പിൾസ്. ഷ്ലീഡൻ, നിങ്ങൾ ഇതൊക്കെ വെട്ടിക്കളഞ്ഞു, ഒന്നും വേണ്ട. ഷ്ലീഡൻ മാത്രം ഓർത്താൽ മതി. ഷ്ലീഡൻ ആൻഡ് ഷ്വാൻ. തിയോഡറും കളഞ്ഞു. ഓക്കെ, നമുക്ക് എക്സ്ട്രാ മെമ്മറി വേസ്റ്റ് ആക്കണ്ട. ഇതൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ഇത് പഠിച്ചാൽ മതി. ഷ്ലീഡൻ ആൻഡ് ഷ്വാൻ. ഫസ്റ്റ് 2 പോയിന്റ് എന്തൊക്കെയാണ് ഒന്നുകൂടെ പറഞ്ഞാൽ, ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ്. ഓൾ സെൽ ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. മനസ്സിലാക്കി പഠിക്കണേ, കാണാപ്പാടം പഠിക്കരുത്. ഈ 2 പോയിന്റ് പ്രപ്പോസ് ചെയ്തേക്കുന്നത് ആരൊക്കെയാണ്? ഷ്ലീഡനും ഷ്വാനുമാണ്. ഓക്കെ, ഇതിൽ ഒരാള് പ്ലാന്റിലും ഒരാൾ അനിമലിലുമാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, ഓൾ സെൽസ് ആർ കെയിം ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ. നമ്മുടെ കൈ ഒന്ന് മുറിഞ്ഞു, അവർ ബോഡീസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽ. നമ്മുടെ കൈ മുറിഞ്ഞു, അല്ലെ? ആ ഗ്യാപ്പ് ഫിൽ ചെയ്ത് പുതിയ സെൽസ് വരും. ആഫ്റ്റർ 1 വീക്ക് അവിടെ എന്ത് സംഭവിക്കും? പുതിയ കോശങ്ങൾ വരും. അപ്പൊ ഈ കോശങ്ങൾ എവിടുന്നാ വരുന്നത്? നമ്മൾ ഇവിടെ പുതിയത് വെച്ചു കൊടുക്കുന്നുണ്ടോ? ഇല്ല. ബിക്കോസ് അവിടെ ഉള്ള കോശങ്ങൾ ഡിവൈഡ് ചെയ്തിട്ട്, അല്ലെ, പുതിയ കോശങ്ങൾ ഉണ്ടാവും. ഇതാ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് പുതിയ കോശങ്ങൾ ഉണ്ടാവും. സോ അവിടെ ഉണ്ടാകുന്ന കോശങ്ങളെല്ലാം എവിടുന്നാ ഉണ്ടായത്? ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ. നേരത്തെ അവിടെ ഉണ്ടായിരുന്ന കോശങ്ങൾ വിഭജിച്ചിട്ടാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ മൂന്നാമത്തെ പോയിന്റ്. സോ ഒന്നാമത്തെ പോയിന്റ്, all living organisms are composed of cells. Second point, it is a basic unit of life, proposed by 2 scientists, Lead and Schwann. Okay, അടുത്തത് മൂന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞ? all cells are formed from pre-existing, നേരത്തെ ഉണ്ടായിരുന്ന സെൽസിൽ നിന്നാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഈ മൂന്നാമത്തെ പോയിന്റ് ആണ് മൂന്നാമത്തെ ആള് കൊണ്ടുവന്നത്. ദാറ്റ് ഈസ് റുഡോൾഫ് വിർച്ചോ. വിർച്ചോ എന്ന് ഓർത്താൽ മതി. വിർച്ചോ പ്രപ്പോസ്ഡ് തേർഡ് പോയിന്റ് ലേറ്റർ, ദാറ്റ് ഈസ് ഓൾ സെൽസ്, എല്ലാ കോശങ്ങളും ഫോം ചെയ്യുന്നത് പ്രീ എക്സിസ്റ്റിംഗ് കോശങ്ങളിൽ നിന്നാണ്. പുതിയതായിട്ട് പൊട്ടി മുളയ്ക്കുന്നില്ല എന്നർത്ഥം. ഓക്കെ, നേരത്തെ ഉണ്ടായിരുന്നത് വിഭജിച്ചിട്ട് പുതിയതായിട്ട് മാറുന്നു. 3 പോയിന്റ്, 3 ആൾക്കാര്. ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ്. ഓൾ സെൽസ് അല്ലെങ്കിൽ സെൽസ് ആർ ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. And this from pre-existing cell, അല്ലെ? cells formed from pre-existing cell. First 2 point proposed by Schleid and Schwann. Third one is from Virchow. ഇനി ഒരു അഡീഷണൽ കാര്യം കൂടെ, ഇതിൽ പ്ലാന്റിന്റെ കോണ്ടെക്സ്റ്റ് പറഞ്ഞത് ആരാണ്? കോഡ് വെച്ച് നമുക്ക് പഠിക്കാം. നമ്മൾ പഠിച്ചു Schleid and Schwann 2 പേരുണ്ട്. Schleid എല്ലുണ്ട്, കണ്ടോ? Schleid ഒരു എല്ലുണ്ട്, പ്ലാന്റിനും എല്ലുണ്ട്. മാറിപ്പോ, അതുകൊണ്ടാണ് അങ്ങനെ കോഡൊക്കെ പറയുന്നത്. Schleid and Schwann ഇതിൽ ആരാണ് പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട്? പ്ലാന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ല് വെച്ചിട്ടാണ്. പ്ലാന്റിന്റെ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് സെല്ലാണെന്നൊക്കെ പറഞ്ഞത് Schleid. പ്ലാന്റിലും എല്ലുണ്ട്, Schleidനും എല്ലുണ്ട്. ക്ലിയർ? ഓക്കെ. അതർ വൺ ആരാണ്? Schwann ഈസ് അബൌട്ട് ആനിമൽ. അതിനൊരു കോഡും കൂടെ ഉണ്ട്, നിങ്ങൾക്ക് ഇപ്പൊ അറിയില്ലായിരിക്കും. Schwann എന്ന് പറഞ്ഞൊരു അനിമൽ സെല്ലാണ്. നമ്മുടെയൊക്കെ നെർവിനെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ഒരു കോശമാണ് Schwann സെൽസ്. അപ്പൊ അനിമലിൽ കാണപ്പെടുന്നുണ്ട് Schwann. അത് നിങ്ങൾക്ക് ഓർക്കണ്ട, 2 ഉണ്ടല്ലോ, Schleid and Schwann. Schleid എല്ല്, പ്ലാന്റ്, അത് ഓർത്താൽ മതി. അതർ വൺ ഈസ് ആനിമൽ. സോ Schleid ആണ് പ്ലാന്റിനെ പറ്റി പറഞ്ഞത്, Schwann ആണ് അനിമൽസിനെ പറ്റി പറഞ്ഞത്. ആൻഡ് Virchow, there is no confusion. All cells are formed from pre-existing cell. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ പഠിച്ചു?
So cell is the basic fundamental structural functional unit of our life. First point. Second point, cell is discovered by Robert Hooke. Living cell discovered by Anton von Leeuwenhoek. 3 പോയിന്റ് ആയി. അടുത്തത് നമ്മൾ സെൽ തിയറിയിലേക്ക് വന്നു. സെൽ തിയറിയിൽ 3 സബ് പോയിന്റുകളുണ്ട്. 3 പോയിന്റ് ആണ് സെൽ തിയറി എന്ന് പറയുന്നത്. സെൽ ഈസ് ദ ബേസിക് യൂണിറ്റ്. All organisms are made up of cells. Cell is the basic unit and all cells are formed from pre-existing cell. 3 പോയിന്റ്. 3 സയന്റിസ്റ്റ് ആരൊക്കെയാണ്? ഷ്ലീഡൻ, ഷ്വാൻ, വിർച്ചോ. ഇത് പിന്നെ പഠിക്കാന്നൊന്നും വിചാരിക്കരുത്, ഇപ്പൊ തന്നെ പഠിച്ചു പോകണം. അപ്പൊ 4 കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. കഴിഞ്ഞിട്ടില്ല. We are actually discussing a little bit more. Okay. സോ ചിലപ്പോൾ ചോദിക്കാം ഏറ്റവും ചെറുത് ഏതാണ്, ഏറ്റവും വലുത് ഏതാണ്, അങ്ങനെ ചോദിക്കാം. അപ്പം സ്മോളസ്റ്റ് സെൽ ഏതാണ്? സ്മോളസ്റ്റ് സെല്ല് ദാറ്റ് ഈസ് മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തിൽപ്പെട്ട ബാക്ടീരിയയാണ്. സെൽ വോൾ ഇല്ലാത്ത, ഒരു കവറിങ് ഇല്ലാത്ത ഒരു ബാക്ടീരിയ ആണ് മൈക്കോപ്ലാസ്മ. അതൊക്കെ നമുക്ക് പിന്നീട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പൊ നിങ്ങൾ ഇത് ഓർത്താൽ മതി, നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. മൈക്കോപ്ലാസ്മ ഓർ PPLO ആണ് ചെറിയ സെല്ല് അല്ലെ. കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ കോശം ഏതാണെന്ന് ചോദിച്ചാൽ മൈക്കോപ്ലാസ്മയാണ്, അല്ലെങ്കിൽ PPLO ആണ്. അങ്ങനെ മാത്രം പഠിക്കാം. നമുക്കിത് എന്താണ് മൈക്കോപ്ലാസ്മ എന്താണെന്നൊക്കെ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പൊ ലാർജസ്റ്റ് സെൽ ഈസ് ഓസ്ട്രിച്ച്, ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ് അല്ലെ. ഒട്ടകപ്പക്ഷിയുടെ വലിയ മുട്ടയാണ് വലിയ സെല്ല്. ഓക്കെ. ഇനി ഇത് ഹ്യൂമൻ ബോഡിയിലേക്ക് ചോദിക്കുവാണെങ്കിലോ, ഹ്യൂമൻ ബോഡിയിൽ ഏറ്റവും വലിയ സെല്ല് ഹ്യൂമന്റെ എഗ് ആണ്. ചെറുതാണെങ്കിൽ സ്പേം ആണ്. ചെറുത് പഠിച്ചാൽ മതി. ഓക്കെ. ലോങ്സ്റ്റ് ചോദിച്ചാലോ, ഇപ്പൊ വലുതാ ചോദിച്ചത്. ലോങ്സ്റ്റ് നീളം കൂടിയതെന്ന് ചോദിച്ചാൽ നെർവ് സെൽസ് ആണ്. അതൊക്കെ നമുക്ക് കാണാം കേട്ടോ. നെർവ് സെൽസ് ആണ് നീളം കൂടിയ സെൽസ്. സോ സ്മോളസ്റ്റ് മൈക്കോപ്ലാസ്മ, ലാർജസ്റ്റ് ഓസ്ട്രിച്ച് എഗ്, ലാർജസ്റ്റ് ഇൻ ഹ്യൂമൻ ബോഡി എഗ്, ലോങ്സ്റ്റ് നെർവ്. പഠിച്ചേക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ പതുക്കെ ഡിസ്കസ് ചെയ്യാൻ പോകണം. അപ്പൊ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഓർക്കുക. സെൽ എന്താണ്? സെൽ തിയറിയിൽ 3 പോയിന്റ്, 3 സയന്റിസ്റ്റുമാര്, സെൽ ഡിസ്കവേർഡ് ബൈ റോബർട്ട് ഹുക്ക് ആൻഡ് ലിവിങ് സെൽ ഒബ്സർവ്ഡ് ബൈ ആന്റൺ വോൺ ല്യൂവൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ നോക്കിയത്. ചെറിയ സെല്ല് മൈക്കോപ്ലാസ്മ, വലിയ സെല്ല് ഓസ്ട്രിച്ച് എഗ്, ഹ്യൂമൻ ബോഡിയിലെ വലിയ സെല്ല് എഗ്, ലോങ്സ്റ്റ് സെല്ല് നെർവ് സെൽസ്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ടൈപ്സ് ഓഫ് സെൽ. നമ്മൾ ഇങ്ങനെ സെല്ല് എന്നൊക്കെ പറഞ്ഞാലും സെൽ ആക്ച്വലി 2 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് പ്രോകാരിയോട്ടിക് സെൽ, സെക്കൻഡ് വൺ ഈസ് യൂകാരിയോട്ടിക് സെൽ. നമുക്ക് നമ്മുടെ കേസ് എടുക്കാം. നമ്മളെല്ലാം ഇപ്പോ ഹ്യൂമൻസ്, ചിമ്പാൻസീസ്, ഫിഷ്, ആംഫിബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ്, ഈ സാധനങ്ങളെല്ലാം ഓൾ ദീസ് ആർ യൂകാരിയോട്സ്. ഓക്കെ. ബാക്ടീരിയ, ഇപ്പൊ നമ്മൾ പറഞ്ഞ മൈക്കോപ്ലാസ്മ പോലെയുള്ള ബാക്ടീരിയ, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ വയ്യാത്ത കുഞ്ഞു സൂക്ഷ്മ ജീവികൾ. Majority of these organisms are prokaryotic cell. നമുക്ക് അത് എന്താണെന്ന് നോക്കാം. സോ ആദ്യം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പഠിക്കാം. പ്രോകാരിയോട്ടിക് സെൽ. പ്രോകാരിയോട്ടിക് സെൽ എന്ന് പറഞ്ഞാൽ ഇപ്പോ നിങ്ങൾക്ക് ഉദാഹരണം ബാക്ടീരിയ എടുക്കാമല്ലോ. എല്ലാവർക്കും അറിയാം ബാക്ടീരിയ. ബാക്ടീരിയ ആണ് പ്രോകാരിയോട്ടിക് സെൽ. അതായത് അവർക്കൊരു സെല്ല്, ഇതാണ് അവരുടെ സെല്ല് എന്ന് വിചാരിക്കുക. ഇത്രയേ ഉള്ളൂ, ഒരു സെല്ല്, പിന്നെ അതിനകത്ത് കുറച്ച് സാധനങ്ങൾ, ഇത്രയേ ഉള്ളൂ. ഓക്കെ. ദർ ഇസ് നോ ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് എന്ന് വെച്ചാൽ നമുക്ക് ബ്രെയിൻ എങ്ങനെയാണ് അതുപോലെയാണ് സെല്ലിന് ന്യൂക്ലിയസ്. ഓക്കെ. ഒരു യൂകാരിയോട്ടിക് സെല്ല് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും നടുക്ക്. ഈ ന്യൂക്ലിയസ് ആണ് ഈ സെല്ലിന്റെ ഗ്രഹനാഥൻ, അല്ലെങ്കിൽ ബ്രെയിൻ എന്നൊക്കെ വിളിക്കുന്നത് ആരാണ്? ന്യൂക്ലിയസ് ആണ്. ഓക്കെ. അപ്പൊ ഈ ന്യൂക്ലിയസ് പറയും എന്ത് ചെയ്യണം എന്നുള്ളത്. ഫുള്ള് ന്യൂക്ലിയസ് ആണ് തീരുമാനിക്കുക. ഇത് യൂകാരിയോട്ടിക് സെല്ലിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. കണ്ടോ, ന്യൂക്ലിയസ്. പിന്നെ ഇതിനകത്ത് കുറെ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള, മെംബ്രെയിൻ ഉള്ള കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് അടുത്തത് പഠിക്കാം. അതിന് ഇത് പ്രോകാരിയോട്ടിക് സെല്ലാണ്. പ്രോകാരിയോട്ടിൽ നോക്കിക്കേ, ദേ നോട്ട് ഹാവ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ഇല്ല, ന്യൂക്ലിയസ് ഇല്ല. ഓക്കെ. അവരുടെ DNA, അവരുടെ ജനിതക വസ്തു കാണപ്പെടുന്ന ഒരു റീജിയൻ ഉണ്ട്. DNA ഇവിടെ കാണപ്പെടും. ആ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോയിഡ്. ന്യൂക്ലിയോയിഡ്. കണ്ടോ, ന്യൂക്ലിയസ് ഇല്ല, DNA കാണപ്പെടുന്ന ആ ഒരു ലൊക്കേഷനിലെ, ആ സ്ഥലം എവിടെയാണോ ഇരിക്കുന്ന ആ സ്ഥലത്തെ നമ്മൾ ന്യൂക്ലിയോയിഡ് എന്ന് വിളിക്കും. പിന്നെയോ ഇവിടത്തെ പോലെ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഒരു സാധനം ഇവർക്കില്ല. മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ് ഒന്നും തന്നെ ഇല്ല. ക്ലിയർ ആണല്ലോ. പിന്നെ ഞാനിപ്പോ വരച്ചിട്ട് ഇപ്പൊ വലുതായി, ഇപ്പൊ യൂകാരിയോട്ടിനെക്കാളും ചെറുതാണ്. ഉദാഹരണം ബാക്ടീരിയ, ആർക്കിയ. അപ്പൊ നമുക്കിനി ഒന്ന് ഓർത്ത് നോക്കാം. പ്രോകാരിയോട്ടിക് കോശങ്ങൾ എന്ന് വെച്ചാൽ യൂകാരിയോട്ടിനെക്കാളും ചെറുതായിട്ടുള്ള
രണ്ടാമത്തെ കേസ് ന്യൂക്ലിയസ് ഇല്ലാത്ത ട്രൂ ന്യൂക്ലിയസ് ഇല്ലാത്ത കോശം. ഓക്കെ, ബാക്ടീരിയ എക്സാമ്പിൾ ആണ്. ന്യൂക്ലിയസ് ഇല്ല അവർക്ക്, ട്രൂ ന്യൂക്ലിയസ് ഇല്ല. അതിന് പകരം അവർക്കുള്ള സ്ട്രക്ചറാണ് DNA കാണുന്ന ലൊക്കേഷനെ ന്യൂക്ലിയോയിഡ് എന്ന് വിളിക്കും. മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസും ഇല്ല. ഇത്രയുള്ള എക്സാമ്പിൾ ബാക്ടീരിയ, ആർക്കിയ, നമ്മുടെ മൈക്കോപ്ലാസ്മ ഒരു എക്സാമ്പിൾ ആണ്. ഇതാണ് പ്രോക്യാരിയോട്ട്. കണ്ടോ, പ്രോക്യാരിയോട്ടിന്റെ സ്ട്രക്ചർ നോക്കിക്കേ. ഇതാണ് അവരുടെ ന്യൂക്ലിയോയിഡ്. ന്യൂക്ലിയസ് ഇല്ല, കണ്ടോ, കൃത്യമായിട്ടൊരു ന്യൂക്ലിയസ് ഒന്നും ഇല്ല, ചുമ്മാ DNA അവിടെ കിടപ്പുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ന്യൂക്ലിയോയിഡ്. ഓക്കെ, ഇനി നമ്മൾ പ്രോക്യാരിയോട്ടിക് സ്ട്രക്ചറാ പറയുന്നത്. നമ്മൾ ഈ പ്രോക്യാരിയോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ സെല്ലിനെ ചുറ്റിപ്പറ്റി നമുക്ക് കുറച്ച് ഒരു ആവരണം കാണാം, അല്ലേ? ദിസ് ഈസ് കോൾഡ് സെൽ എൻവലപ്പ്. സെൽ എൻവലപ്പ് എന്ന് വിളിക്കും. അതായത് ഒരു സപ്പോർട്ട് വേണം, ഇവർക്കൊരു സപ്പോർട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പൊ ഇതൊരു കോശമല്ലേ, ഇതിനകത്തേക്ക് ഇപ്പൊ ഇവർക്ക് ന്യൂട്രിയൻസ്, ഫുഡ് അകത്തോട്ട് പോകണം, വായൊന്നുമില്ല, ഫുഡ് അകത്തോട്ട് പോകണം, മെംബ്രെയിനിൽ കൂടെയാ പോകുന്നത്, ഈ കവറിങ്ങിൽ കൂടെ ഉള്ളിലോട്ട് പോകണം, വേസ്റ്റ് പുറത്തേക്ക് പോകണം. അപ്പൊ ഇതിനൊക്കെ സഹായിക്കുന്നത് ഈ സെൽ എൻവലപ്പ് ആണ്. സെൽ എൻവലപ്പ് എന്ന് വെച്ചാൽ കുറച്ച് ലെയേഴ്സ് ഉണ്ട്. ഇത് കണ്ടോ, ഒരു പച്ച, ഡാർക്ക് പച്ച, മഞ്ഞ, പല ലെയേഴ്സ് ഉണ്ട്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ പ്രോക്യാരിയോട്ടിക് സെല്ലിന് ന്യൂക്ലിയസ് ഇല്ല, അവർക്കൊരു സെൽ എൻവലപ്പ് ഉണ്ട്. നമുക്കില്ല കേട്ടോ, സെൽ എൻവലപ്പ് ഉണ്ട്. സെൽ എൻവലപ്പ് ആണ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്, അതുപോലെ എക്സ്ചേഞ്ച്, പല സാധനങ്ങളും എക്സ്ചേഞ്ചിന് സഹായിക്കുന്നത്. പിന്നെ ഇതിന് പല ലേയേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ സെൽ എൻവലപ്പ് എന്ന് നമ്മൾ ഒറ്റ വാക്കി പറയുന്നത് 3 ആൾക്കാരെ ചേർത്തിട്ടാണ്. ഏറ്റവും പുറമെയുള്ള ലെയർ ഗ്ലൈക്കോകാലിക്സ്, ഗ്ലൈക്കോകാലിക്സ്. നടുക്കുള്ള ലെയർ സെൽ വോൾ ആൻഡ് ഇന്നർമോസ്റ്റ് ലെയർ ഇസ് ഇത് മൂന്നും കൂടെ പ്ലാസ്മ മെംബ്രെയിൻ. ഇത് മൂന്നും കൂടെ ചേർത്താണ് നമ്മൾ എന്ത് വിളിച്ചത്? സെല്ല് എൻവലപ്പ് എന്ന് വിളിച്ചത്. ക്ലാരിറ്റി വന്നോ? ഓക്കെ, അപ്പൊ നമ്മൾ പ്രോക്യാരിയോട്സ് എന്ന് പറഞ്ഞു. പ്രോക്യാരിയോട്ട് എന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരം കാണുന്ന ബാക്ടീരിയ. ബാക്ടീരിയക്ക് എന്തില്ല? നോ ട്രൂ ന്യൂക്ലിയസ്, പകരം അവർക്ക് എന്തുണ്ട്? ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്ന അതായത് DNA കാണുന്ന റീജിയൻ ഉണ്ട്. സ്മോളർ ആണ്. എക്സാമ്പിൾ ബാക്ടീരിയ, ആർക്കിയ. അടുത്തത് അവർക്കൊരു ക്യാപ്സ്യൂൾ ഉണ്ട്. ക്യാപ്സ്യൂൾ അല്ല, അവർക്കൊരു എൻവലപ്പ് ഉണ്ട്. അത് എക്സ്ചേഞ്ചിനും പ്രൊട്ടക്ഷനും വേണ്ടിയിട്ടാണ്. 3 കാര്യങ്ങൾ ചേർന്നിട്ടാണ്. ആരൊക്കെയാണ്? ഏറ്റവും പുറമെയുള്ള ഗ്ലൈക്കോകാലിക്സ്, പിന്നെയുള്ള നമ്മളുടെ പ്ലാസ്മ സെൽ വോള് ആൻഡ് പ്ലാസ്മ മെംബ്രെയിൻ. ഇത്രയും ചേർന്നിട്ടാണ് സെൽ എൻവലപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്ലൈക്കോകാലിക്സ്, സെൽ വോള്, പ്ലാസ്മ മെംബ്രെയിൻ കാണാമല്ലോ നിങ്ങൾക്ക്. ഏറ്റവും പുറമെ നിങ്ങൾക്ക് എന്ത് കാണാം? ഈ പോർഷനിൽ ഗ്ലൈക്കോകാലിക്സ് കാണാം, അല്ലെ? അത് കഴിഞ്ഞ് റെഡ് കളറിലുള്ള നമ്മളുടെ സെൽ മെംബ്രെയിൻ ഏറ്റവും ഉള്ളിലാണ്, റെഡ് കളർ, അല്ലെ? ദാറ്റ് ഈസ് സെൽ മെംബ്രെയിൻ. നടുക്കുള്ള ഈ ചെറിയ പച്ച കളർ, ദാറ്റ് ഈസ് സെൽ വോൾ. ഇതാണ് ഗ്ലൈക്കോകാലിക്സ്, സെൽ വോൾ, സെൽ മെംബ്രെയിൻ. ഇങ്ങനെ 3 ലെയേഴ്സ് ഉണ്ട്. സോ ഓരോ ലെയേഴ്സ് നമുക്ക് നോക്കണം. ഫസ്റ്റ് വൺ ഈസ് ഗ്ലൈക്കോകാലിക്സ്. സെൽ എൻവലപ്പ് എന്ന് പറയുന്ന 3 ഘടകങ്ങൾ: ഗ്ലൈക്കോകാലിക്സ്, സെൽ വോള്, സെൽ മെംബ്രെയിൻ. അപ്പൊ അതിൽ ഏറ്റവും പുറമെയുള്ള ഗ്ലൈക്കോകാലിക്സ് ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. എന്താ പറയുന്നത്? പ്രോക്യാരിയോട്ടിക് കോശങ്ങളുടെ പുറമേ ഉള്ള ആ ഒരു ആവരണത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതിനെ സെൽ എൻവലപ്പ് എന്ന് വിളിച്ചു. അതിന്റെ ഏറ്റവും പുറത്തെ ലെയർ ആണ് ഗ്ലൈക്കോകാലിക്സ്. അപ്പൊ ഇതാണ് ബാക്ടീരിയക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. പിന്നെ എവിടെയെങ്കിലും പോയി പറ്റിപ്പിടിച്ചിരിക്കണം നമ്മുടെ ബോഡിക്കകത്തൊക്കെ കയറി കഴിഞ്ഞാൽ, അപ്പൊ അങ്ങനെ അഡ്ഹഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതും ഒക്കെ ആരാണ്? ഈ പറയുന്ന ഗ്ലൈക്കോകാലിക്സ് ആണ് എന്നർത്ഥം. ഓക്കെ, ഗ്ലൈക്കോകാലിക്സ് ക്യാപ്സ്യൂൾ എന്നും സ്ലൈം ലെയർ എന്നും രണ്ടായിട്ട് തിരിക്കാം. അതായത് ഏറ്റവും പുറമെയാണല്ലോ ഗ്ലൈക്കോകാലിക്സ്, പിന്നെ സെൽ വോള്, then സെൽ മെംബ്രെയിൻ. അപ്പൊ ഈ ഗ്ലൈക്കോകാലിക്സ് നല്ല ടൈറ്റ് ആണ്, നല്ല വെൽ ഓർഗനൈസ്ഡ് ആണെങ്കിൽ നമ്മൾ അതിനെ ക്യാപ്സ്യൂൾ എന്ന് വിളിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഇത് കണ്ടോ, ഇതിൽ നമ്മൾ ക്യാപ്സ്യൂൾ എന്നാ കൊടുത്തേക്കണം. ദിസ് ഇസ് ആക്ച്വലി ഗ്ലൈക്കോകാലിക്സ്, ബട്ട് ഇറ്റ് ഇസ് വെൽ ഓർഗനൈസ്ഡ് ടൈറ്റ് ഗ്ലൈക്കോകാലിക്സ്. ഇറ്റ് ഈസ് കോൾഡ് ക്യാപ്സ്യൂൾ. അടുത്തത് സ്ലൈം ലെയർ, നേരെ ഓപ്പോസിറ്റ് ആണ്. ലെസ് ഓർഗനൈസ്ഡ് ആൻഡ് ലൂസ് ആണെങ്കിൽ നമ്മൾ അതിനെ സ്ലൈം ലെയർ എന്ന് വിളിക്കും. NCERT ആണ്, പഠിച്ചേക്കണം കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ. അപ്പോ നമ്മൾ കണ്ടത് പ്രോക്യാരിയോട്ടിന്റെ സെൽ സ്ട്രക്ചർ ആണ്, അല്ലെ? അപ്പൊ എന്താ നമ്മൾ കണ്ടത്? അവർക്കൊരു ന്യൂക്ലിയോയിഡേ ഉള്ളൂ, ന്യൂക്ലിയസ് ഇല്ല. പിന്നെ ഒരു സെൽ എൻവലപ്പ് ഉണ്ട്. ഇറ്റ് ഈസ് കൺസിസ്റ്റഡ് ഓഫ് ഏറ്റവും പുറമെയുള്ള ഗ്ലൈക്കോകാലിക്സ് ഔട്ടർ മോസ്റ്റ്, നടുക്കുള്ള സെൽ വോൾ മിഡിൽ മോസ്റ്റ്, ആൻഡ് പ്ലാസ്മ മെംബ്രെയിൻ ഇന്നർ മോസ്റ്റ്. ഇത്രേ ഉള്ളൂ. ആൻഡ് ഗ്ലൈക്കോകാലിക്സിനെ രണ്ടായിട്ട് തിരിച്ചു, സ്ലൈം ലെയർ എന്നും ക്യാപ്സ്യൂൾ എന്നും. ക്യാപ്സ്യൂൾ ടൈറ്റ് വെൽ ഓർഗനൈസ്ഡ്, സ്ലൈം ലെയർ എന്താണ്? ലൂസ്ലി ഓർഗനൈസ്ഡ് ആണ്, അതുപോലെ തന്നെ തിന്നാണ്. ഓക്കെ, കുറച്ചുകൂടെ ലെസ് ഓർഗനൈസ്ഡ് ആൻഡ് ലൂസ് ആണ്, തിന്നല്ല ലൂസ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഗ്ലൈക്കോകാലിക്സ്. അടുത്തതാണ് സെൽ വോൾ. രണ്ടാമത്തെ ഗ്ലൈക്കോകാലിക്സ് എയ്തർ സ്ലൈം ലെയറോ അല്ലെങ്കിൽ ക്യാപ്സ്യൂളോ കഴിഞ്ഞിട്ട് അടുത്ത ലെയർ ആണ്
എന്തെന്ന് പറയുന്നത് സെൽ വോൾ എന്ന് പറയുന്നത്. സ്ട്രക്ചറൽ സപ്പോർട്ടും പ്രൊട്ടക്ഷനും ഓസ്മോട്ടിക് പ്രഷറും ഒക്കെ നല്ല ഹെൽപ്പ് ചെയ്യുന്നത് ഈ പറയുന്ന സെൽ വോൾ ആണ്. രണ്ട് ടൈപ്പ് ഉണ്ട്, ഗ്രാം പോസിറ്റീവ്, ഗ്രാം നെഗറ്റീവ്. ഗ്രാം പോസിറ്റീവ് എന്ന് വെച്ചാൽ ഈ സെൽ വോളിനകത്തുള്ള ഒരു ലെയർ ഭയങ്കര തിക്ക് ആണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ഗ്രാം പോസിറ്റീവ്. ഇപ്പൊ അങ്ങനെ പഠിക്കാം, നമുക്കത് ഡീറ്റെയിൽഡ് ആക്കി പിന്നീട് പഠിക്കാം. ഓക്കെ, അതായത് സെൽ വോളിന് പല ലെയേഴ്സ് ഉണ്ട്. അതിലൊരു ലെയർ ഭയങ്കര തിക്ക് ആണെങ്കിൽ ദാറ്റ് ലെയർ ഇസ് കോൾഡ് പെപ്റ്റിഡോഗ്ലൈക്കൻ. ദാറ്റ് ഈസ് കോൾഡ് തിക് പെപ്റ്റിഡോഗ്ലൈക്കൻ ഇൻ കേസ് ഓഫ് ഗ്രാം പോസിറ്റീവ്. ഗ്രാം നെഗറ്റീവിലാണെങ്കിലോ ഈ ലെയറിന് കട്ടി കുറവാണ്, ദാറ്റ് ഈസ് കോൾഡ് ഗ്രാം നെഗറ്റീവ്. നമുക്കത് പിന്നെ പഠിക്കുവേ, വിട്ട് കളഞ്ഞതല്ല, പിന്നെ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോ ഗ്ലൈക്കോ കാലിക്സ് അതിന്റെ അടുത്ത ലെയർ ആണ് സെൽ വോൾ. അത് തിന്നും തിക്കും ഉണ്ട് അല്ലെ. തിന്നെന്ന് പറഞ്ഞാൽ വളരെ തിന്നായിരിക്കും, തിക്ക് എന്ന് പറയുമ്പോഴത്തേക്കും തിക്കായിട്ടുള്ള പെപ്റ്റിഡോഗ്ലൈക്കൻ ആയിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ് ഈസ് ഇന്നർ മോസ്റ്റ് പ്ലാസ്മ മെംബ്രെയിൻ. ഉള്ളിലേക്കും പുറത്തേക്കും സാധനങ്ങൾ കൊണ്ടുപോകാൻ സഹായിക്കുന്നത് പ്ലാസ്മ മെംബ്രെയിൻ ആണ്. ഇവർക്കൊരു ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ഉണ്ട്, ഇതുപോലെ ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ആണ് ഈ പ്ലാസ്മ മെംബ്രെയിൻ ഉള്ളത്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻ പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, കൊളസ്ട്രോൾ, ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഇതാണ് പ്ലാസ്മ മെംബ്രെയിന്റെ പ്രത്യേകത. സോ ഗ്ലൈക്കോ കാലിക്സ്, അത് കഴിഞ്ഞ് വരുന്നത് സെൽ വോള്, ദെൻ പ്ലാസ്മ മെംബ്രെയിൻ. ഓക്കെ, അപ്പൊ സ്ട്രക്ചർ നമ്മൾ നോക്കുന്നു. First glycocalyx, it can be slime layer or capsule, then cell wall, then innermost plasma membrane. ഇതാണ് സെല്ലിന്റെ സ്ട്രക്ചർ. ഇനി ഈ പ്ലാസ്മ മെംബ്രെയിൻ അകത്ത് ദ്രാവകം പോലെ സെമി ലിക്വിഡ് ആയിട്ട് കാണപ്പെടുന്നതാണ് സൈറ്റോപ്ലാസം. ഇവിടെ കുറെ ആൾക്കാരുണ്ട്. കോശത്തിന് ആവശ്യമായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാർ, എനർജി ഉണ്ടാക്കുന്ന ആൾക്കാർ, അങ്ങനെ പല ആൾക്കാരും ഉണ്ട്. ആൻഡ് ദീസ് ആർ കോൾഡ് ഓർഗനൽസ്. സൈറ്റോപ്ലാസം ഈസ് റിച്ച് ഓഫ് ഓർഗനൽസ്. കുറെ ആൾക്കാര് വസിക്കുന്ന സ്ഥലമാണ് സൈറ്റോപ്ലാസം. ഇനി ഇവർക്ക് ഞാൻ പറഞ്ഞു ന്യൂക്ലിയസ് ഇല്ല, ഇതിങ്ങനെ വിജൃംഭിച്ച് കിടക്കുക, കണ്ടോ. ഇവർക്ക് എന്തില്ല? ദേ ലാക്ക് ന്യൂക്ലിയസ്. അപ്പൊ നമ്മൾ പറഞ്ഞു സെല്ലിനകത്തുള്ള ഈ സ്പേസ് ദാറ്റ് ഈസ് കോൾഡ് സൈറ്റോപ്ലാസം. ഇതിനകത്ത് DNA ഇങ്ങനെ കിടക്കുന്ന സ്ഥലം കണ്ടോ, ദ റീജിയൻ കണ്ടെയ്നിങ് ജനിതക വസ്തു, ജനറ്റിക് മെറ്റീരിയൽ, ദാറ്റ് ഈസ് കോൾഡ് ന്യൂക്ലിയർ. മെംബ്രെയിൻ ഇല്ല, വേറെ ഓർഗനൽസും ഒന്നും ഇവിടെ ഇല്ല. സോ ദിസ് ഈസ് കോൾഡ്, this is prokaryotic cell. This is prokaryotic cell. ഓക്കെ, ഇനി ഇവരുടെ അകത്ത് ഈ സൈറ്റോപ്ലാസ്റ്റിൽ കുറെ ഓർഗനൽസ് എല്ലാം ഇല്ല, ചില മെംബ്രെയിൻ ബൗണ്ട് ഒരു ഓർഗനലും ഇല്ല. പ്രോട്ടീൻ ഉണ്ടാക്കാനുള്ള റൈബോസൈം ഉണ്ട്. സോ റൈബോസോം ഉണ്ട്, റൈബോസോം. ഓക്കെ, പ്രോട്ടീൻ ഉണ്ടാക്കുന്ന പ്രോട്ടീൻ ഫാക്ടറി ഓഫ് ദ സെല്ലാണ് റൈബോസോം. അപ്പൊ ഇവർക്ക് എന്തുണ്ട്? റൈബോസോം ഉണ്ട്. ചെറിയ റൈബോസോം ആണ്, 70 years ആണ്. എന്താണ് 70 years എന്നൊക്കെ പിന്നീട് നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു പോയാൽ മതി, ഇപ്പൊ തൽക്കാലം. പിന്നീട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ദെൻ ഇൻക്ലൂഷൻ ബോഡി, വേസ്റ്റ് ഒക്കെ സ്റ്റോർ ചെയ്തൊക്കെ വെക്കാനുള്ള, റിസർവ് മെറ്റീരിയൽസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു വാക്യൂള് പോലുള്ള ചെറിയ ചെറിയ സ്ട്രക്ചേഴ്സ് ആണ് ഇവിടെ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻക്ലൂഷൻ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ ഇത്രയാണ് നോക്കാനുള്ളത്. അതായത് നമ്മൾ എവിടുന്ന് തുടങ്ങിയ? സെല്ല് തുടങ്ങി, സെല്ലിന്റെ ബേസിക്സ് പറഞ്ഞു, വലുതും ചെറുതും ഒക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ ടൈപ്സ് ഓഫ് സെല്ലില് പ്രോക്യാരിയോട്സും യൂക്യാരിയോട്സും പറഞ്ഞു. പ്രോക്യാരിയോട്സും യൂക്യാരിയോട്സ് രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ പ്രോക്യാരിയോട്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ അവരുടെ ബൗണ്ടറിയാണ് ഈ പറഞ്ഞ സെൽ എൻവലപ്പ്. അതിൽ 3 സാധനങ്ങൾ, ഗ്ലൈക്കോ കാലിക്സ് 2 ടൈപ്പ് അല്ലെ. അതേതൊക്കെയാണ്? സ്ലൈം ലെയറും ക്യാപ്സ്യൂളും. അത് കഴിഞ്ഞ് സെൽ വോള്, ദെൻ പ്ലാസ്മ മെംബ്രെയിൻ. അത് കഴിഞ്ഞ് ഇവരുടെ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസിൽ ഇതാ എന്താണ്? DNA കാണപ്പെടുന്ന ന്യൂക്ലിയോയിഡ് ഉണ്ട്, ഇൻക്ലൂഷൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള വെസിക്കിളാണ് ഇൻക്ലൂഷൻസ് എന്ന് വിളിക്കുന്നത്. ഇതിനകത്ത് റിസർവ് മെറ്റീരിയൽസോ അല്ലെങ്കിൽ വേസ്റ്റോ ഒക്കെ ഉണ്ടാവും ചിലപ്പോ. പിന്നെ റൈബോസോം ഉണ്ട്, ചെറിയ ഗ്രാന്യൂൾസ് ആയിട്ട്. ആൻഡ് ഇവരാണ് എന്തുണ്ടാക്കുന്നത്? പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് പ്രത്യേകത? അത് ലാക്ക് മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ്. പിന്നെയോ ദേ ലാക്ക് മെംബ്രെയിൻ ബൗണ്ട് എന്താണ്? ഓർഗനൽസ്. റൈബോസോമിനൊന്നും മെംബ്രെയിൻ ഇല്ല, അങ്ങനത്തെ ഓർഗനൽസ് ആണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാനുള്ളത് മെയിൻ ആയിട്ടും ഇത് കണ്ടോ, ഈ സാധനങ്ങളൊക്കെയാണ്. ഫ്ലാജെല്ലം, ഫിംബ്രിയെ, സീലിയ, എങ്ങനെയാണ് ഇവർ മൂവ് ചെയ്യുന്നത് അതും കൂടെ നോക്കിയാൽ പ്രോകാരിയോട്ടിക് സെല്ല് തീരും. ആൻഡ് ദെൻ വി വിൽ മൂവ് ഓൺ ടു യൂകാരിയോട്ടിക് സെൽ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതിന് മുമ്പ് നമുക്ക് ഇന്ന് പഠിച്ചതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യണം. ഓക്കെ, അപ്പോ ഇതാ 70 years റൈബോസോംസ് ആർ ഫൗണ്ട് ഇൻ. ഓക്കെ, 70 years റൈബോസോംസ് എവിടെയാണ് കാണപ്പെടുന്നത്? എവിടെയാണ്? നമ്മളിപ്പോ പഠിച്ചതേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. റൈബോസോം ചെറുതാണെന്ന് പറഞ്ഞു അല്ലെ. 80 years ആണ്, വലുതാണ്, അത് യൂകാരിയോട്ടില്. 70 years ചെറുതാണ്, ദാറ്റ് ഈസ് ഇൻ
പ്രോക്യാരിയോട്ട് 7 ഡേയ്സ് എന്താന്നൊക്കെ പിന്നീട് പറയാട്ടോ, ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് നമുക്ക് പറയാം. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രോക്യാരിയോട്ടിക് സെൽ? Presence of nucleus. No, eliminate this option. That is a feature of eukaryotic cell. Presence of cell wall. Yes, cell wall ഉണ്ട്. Presence of ribosome ഉണ്ട്. യെസ്, സിംഗിൾ സെൽഡ് ഓർഗാനിസം ആണ്. പ്രോക്യാരിയോട്ടിൽ ഒറ്റ സെല്ലേ ഉള്ളൂ. ഓക്കെ, ഇതെല്ലാം ശരിയാണ്. നമ്മളോട് ചോദിച്ചേക്കണം എന്താ, നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് പ്രോക്യാരിയോട്ടിക് സെൽ. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ്. ഓക്കെ, ദെൻ ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനുള്ളത്. അപ്പോൾ വി വിൽ സ്റ്റാർട്ട് ഫ്രം ഹിയർ. പ്രോക്യാരിയോട്ട് തീർന്നില്ല, നമുക്ക് ഇവിടെ നിന്ന് ബാക്കി ഡിസ്കസ് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ. താങ്ക് യു.